അല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാനുമായിട്ട് ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയ കമനത്തിൽ നിന്ന് ഒരാകർഷണം ആ ഭഗവാന് ഭക്തി കൊണ്ട് കൊടുക്കണം. ഭക്തി കൊണ്ട് ആകർഷണം കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ആ ഭക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ പ്രവാഹം ഇങ്ങോട്ടേക്കും വരും. അതായത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു പാലം ഇട്ടുകൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങോട്ട് നമ്മൾ ഭഗവാനെ എത്രത്തോളം ഹൃദയത്തോട് അടുപ്പിക്കുന്നുവോ അതിൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കണട്ടോ എന്ന് സന്തോഷത്തോടു കൂടി പറയുക. മനസ്സിൻ്റെ നിറമാണ് കൊടുക്കേണ്ടത്. ആ ഭഗവാന്റെ ഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണർന്നു വരുമ്പോൾ പ്രപഞ്ച തത്വമായിട്ട് ആ പ്രകൃതിയുമായിട്ട് ആ പ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്ന ഭഗവത് പുണ്യത്തിൻ്റെ ശൃംഖല അവിടെയുണ്ടാകും. അതാണ് ഭക്തി. ഭക്തിയോടുകൂടി ജപിക്കണം മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സ്ത്രീകൾ ആർത്തവം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിയണം ജപിക്കാൻ. പിന്നെ കുല, വാലായ്മ എന്നിവയുള്ളപ്പോഴൊന്നും ജപിക്കാതിരിക്കുക. ശ്രീകൃഷ്ണ മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ടെന്നാണ് പറയുക. അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് ശ്രീകൃഷ്ണ അവതാര ലക്ഷ്യം. അതുകൊണ്ട് കൃഷ്ണമന്ത്രങ്ങൾ ജപിച്ചാൽ നമുക്ക് പാപമോക്ഷം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുക. നമ്മുടെ വിശ്വാസത്തിനും ആത്മാർത്ഥതയ്ക്കും അനുയോജ്യമായി ഒരു കൂട്ടം വാക്കുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രങ്ങൾ. ഇവ ഊർജത്തിൻ്റെ കലവറകളാകും. നിരന്തരമായി ജപിച്ച ജീവിതത്തിൽ വിജയം, സാമ്പത്തിക നേട്ടം എന്നിവയ്ക്ക് ഉണ്ടാകും. കുടുംബത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകാൻ ഈ മന്ത്രം ഉത്തമമാണ്. അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടുകൂടി 108 തവണ മൂലമന്ത്രം ജപിക്കണം. മൂലമന്ത്രം ഇതാണ്: ഓം കൃഷ്ണായ നമ, ഓം കൃഷ്ണായ നമ, ഓം കൃഷ്ണായ നമ. ഇത് 108 തവണ ജപിക്കുക. അടുത്തത് പറയുന്നത് സന്താന ഗോപാല മന്ത്രത്തെ പറ്റിയാണ്. സന്താന ഗോപാല മന്ത്രം 41 പ്രാവശ്യം ജപിക്കണം. നമുക്ക് ഇഷ്ടസന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുക. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് പുത്രനെ നൽകിയാലും. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. മന്ത്രം പറയാം: ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഒന്നും കൂടി പറയാം: ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പതേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് സന്താനഗോപാല മന്ത്രം. അടുത്തത് വിദ്യാഗോപാല മന്ത്രത്തെ കൂടി ഞാനിവിടെ പറയാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഒന്നുകൂടി പറയാം: കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പാപനാശിനിയും ലക്ഷ്മീപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ, എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും. വിദ്യാഭ്യാസപരമായ സകലവിധ പരിഹാരങ്ങൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പറയാം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിൽ ഭക്തിയോടുകൂടി, വേറെ ഒരു ചിന്തയും ഉണ്ടാകരുത്, നമ്മുടെ മനസ്സ് മുഴുവനും ഭഗവാനിലങ്ങ് അർപ്പിക്കണം. എന്നിട്ട് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. 108 കുറഞ്ഞത് 21 തവണയെങ്കിലും